കോവിഡിൻ കരാളഹസ്തങ്ങളിൽ നിന്ന് പിടയുന്ന പ്രാണനോടൊരു വാക്ക്, ഇത് കർമ്മപാശങ്ങൾ ബന്ധിച്ച മനുകുലത്തിൻ വ്യഥ. ഇത് കൊടിയ പാപത്തിൻ വിഷക്കനി തിന്ന പുരാവൃത്തം. ഇത് ഭൂമിയാം അമ്മതൻ ക്രോധനേത്രങ്ങളിൽ ഈയലായി ഒടുങ്ങുന്ന മർത്യകുലത്തിൻ്റെ ദുരന്തഗാഥകൾ. വേദിക് കർമ്മ ആയുർവേദയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഇമ്മ്യൂണിറ്റിയാണ്. നമുക്ക് നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നത് ശരീരത്തിന് രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവും മനസ്സിന് സ്ട്രെസ്സിനെ അതിജീവിക്കാനുള്ള കഴിവും ഉണ്ടാകുമ്പോഴാണ്. ഇത് സാധിക്കുന്നത് ഇമ്മ്യൂണിറ്റി പവർ കൊണ്ടാണ്. സൂക്ഷ്മജീവികളുടെ ആക്രമണത്തെ ചെറുക്കാൻ ആന്തരികമായും ബാഹ്യമായും ശരീരം നടത്തുന്ന ഒരു സുരക്ഷാ സംവിധാനത്തെയാണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ആയുർവേദം എന്ന ശാസ്ത്രത്തിൽ ചികിത്സാരീതി മാത്രമല്ല പറയുന്നത്, അതിൽ രോഗങ്ങൾ വരാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്നും പറയുന്നു. ആയുർവേദത്തിൽ ഇമ്മ്യൂണിറ്റിയെ പറയുന്ന വാക്ക് വ്യാധിക്ഷമത്വം എന്നാണ്. വ്യാധി എന്നാൽ രോഗമെന്നും ക്ഷമത്വം എന്നാൽ റെസിസ്റ്റൻസ് എന്നുമാണ് അർത്ഥം. ഓജസ്, ബലം എന്നൊക്കെയും ഈ ഇമ്മ്യൂണിറ്റിയെ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ ഈ ഇമ്മ്യൂണിറ്റിയെ പല തരത്തിൽ വിഭജിച്ചിട്ടുണ്ട് ആയുർവേദത്തിൽ. കാലജം, യുക്തികൃതജം, സഹജം എന്ന് 3 ടൈപ്പായിട്ടാണ് ആയുർവേദത്തിൽ ഇമ്മ്യൂണിറ്റിയെ പറയുന്നത്. അതിനകത്ത് സഹജം എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മനാ കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് പറയുന്നത്. അതേപോലെ കാലജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയസ്സിനനുസരിച്ചും അതേപോലെ സീസണുകൾ, ഓരോ സീസൺ മാറി വരുമ്പോഴും ഓരോരുത്തർക്കുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയിലെ വ്യത്യാസത്തെയുമാണ് കാലജമായിട്ട് പറയുന്നത്. യുക്തികൃതം എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരും നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റി, അതായത് ആഹാര രീതികളിൽ കൂടിയും ജീവിത രീതികൾ കൂടിയും നമ്മൾ നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് യുക്തികൃതം എന്ന് പറയുന്നത്. മോഡേൺ സയൻസിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നും എക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നും ഇമ്മ്യൂണിറ്റിയെ വിഭജിക്കുന്നു. ഇന്നേറ്റ് എന്നാൽ ആയുർവേദത്തിൽ പറയുന്ന പോലെ സഹജമായിട്ടുള്ള, അതായത് നമുക്ക് ഓൾറെഡി ഉള്ള ബലത്തിനെയാണ് ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റി, ഭക്ഷണത്തിലൂടെയും അല്ലാതെ നമ്മൾ വ്യായാമത്തിലൂടെയൊക്കെ നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് എക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രതിരോധിക്കുന്ന, അതായത് രോഗങ്ങളെ ചെറുത്ത് നിൽക്കാൻ സഹായിക്കുന്ന ഒന്ന് നമ്മുടെ ത്വക്ക് എന്ന് പറയാം. അതേപോലെ നമ്മുടെ ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നമ്മുടെ വായിലെ ഉമിനീര്, ഇതൊക്കെ നമ്മുടെ രോഗങ്ങളിൽ നിന്നും തടയാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഏതെങ്കിലും രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ, അതായത് ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഫാഗോസൈറ്റോസിസ് എന്ന പ്രക്രിയ വഴി ഈ ആൻറ്റിജനെ വിഭജിക്കാൻ തുടങ്ങും. ശ്വേതരക്താണുക്കൾ ഈ ആൻറ്റിജനെ തിരിച്ചറിയുന്നതോടെ രോഗപ്രതിരോധം തുടങ്ങുകയായി. ശരീരം ആൻറ്റിജനെ തിരിച്ചറിയുന്നത് ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിബോഡീസ് ഉണ്ടാക്കി തുടങ്ങുകയും ചെയ്യും. ഇവിടെ ശ്വേതരക്താണുക്കൾ രോഗാണുക്കളോട് പൊരുതി പരാജയപ്പെടുമ്പോഴാണ് സാധാരണയായി പഴുപ്പുണ്ടാകുന്നത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ 2 ഘടകങ്ങളുണ്ട്. 2 ഘടകങ്ങളും സ്റ്റെം സെൽസിൽ നിന്നാണ് വരുന്നത്, അതായത് ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും. ഈ ബി ലിംഫോസൈറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ആൻറ്റിബോഡീസ് ഉണ്ടാക്കി അതിൻ്റെ കൂടി അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി ടി ലിംഫോസൈറ്റ്സിൻ്റെ കാര്യമെടുക്കാൻ, ടി ലിംഫോസൈറ്റ്സ് ഉണ്ടാകുന്നത് തൈമസ് ഗ്ലാൻഡിൽ നിന്നുമാണ്. ഈ ടി ലിംഫോസൈറ്റ്സ് ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അതിനെ പൊരുതി തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് സെല്ലുലാർ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ 1 മില്യൺ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇമ്മ്യൂണിറ്റി എങ്ങനെ നേടാം എന്ന് നോക്കാം. ആദ്യമായിട്ട് കുറേ ജീവിത രീതികളാണ് പറയാൻ പോകുന്നത്. പുകവലിക്കാതിരിക്കുക, പച്ചക്കറി പഴങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക,
ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ആഹാരം കഴിക്കുക. ഇറച്ചി, മീൻ എന്നിവയൊക്കെ പാകം ചെയ്യുകയോ അല്ലെങ്കിൽ വൃത്തിയാക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സോപ്പിട്ട് കൈ കഴുകണം. അതേപോലെ വാജീകരണ രസായന ഔഷധങ്ങളുടെ ഉപയോഗവും ഒരു പരിധിവരെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനുള്ള ഒരു പ്രധാന ഘടകമാണ്. ഉറക്കം നല്ല രീതിയിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാരണം ഉറക്കം ഒഴിയുന്ന ആളുകളിൽ WBC വളരെയധികം കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതേപോലെ കാപ്പിയൊക്കെ കുടിക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് കാപ്പിയിൽ കൂടുതൽ കുടിക്കാതിരിക്കുക. കാരണം കാപ്പി അമിതമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ കോർട്ടിസോൾ ഉണ്ടാവുകയും അത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യുകയും ചെയ്യുന്നു. ദിവസവും 8 മുതൽ 10 ഗ്ലാസ് വെള്ളം വരെ കുടിക്കാൻ ശ്രമിക്കുക. അതേപോലെ മദ്യപാനം ശീലമുള്ളവരാണെങ്കിൽ അത് മിതമാക്കുക. ജങ്ക് ഫുഡ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ ഷുഗർ ഭയങ്കരമായിട്ട്, അതായത് പഞ്ചസാരയോടൊക്കെ അമിതമായ താല്പര്യമുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അതിന് പകരം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് ഫൈബർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സോ അങ്ങനെയുള്ളതൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഇനി രോഗങ്ങളെ ചെറുക്കാൻ കഴിയാത്തവരാരൊക്കെയാണെന്ന് നോക്കാം. പൊണ്ണത്തടിയുള്ളവർ, അതേപോലെ വളരെ ക്ഷീണിച്ച ആളുകൾ, രക്തത്തിലും മജ്ജയിലും മാംസത്തിലും ഒക്കെ രോഗങ്ങളുള്ളവർ, അതായത് മസിൽസിലൊക്കെ രോഗങ്ങളുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ പ്രോപ്പറായ ആഹാരം കഴിക്കാത്ത ആളുകൾ, എപ്പോഴും ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. മെൻ്റൽ ഇഷ്യൂസ്, അതായത് മെൻ്റൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാർക്കും ഈ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ത്രിദോഷങ്ങൾ ദൂഷിച്ചുണ്ടാവുന്ന എല്ലാ രോഗങ്ങളും ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കും. അതേപോലെ വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഡീഹൈഡ്രേഷൻ, ഛർദി, വയറിളക്കം പോലെയുള്ള അസുഖങ്ങളൊക്കെയും ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കുന്നതാണ്. അതേപോലെ ദീർഘകാലം നിലനിൽക്കുന്ന രോഗങ്ങൾ ശരീരത്തെ ക്ഷയിപ്പിക്കും. ഉദാഹരണത്തിന് പ്രമേഹം പോലുള്ള അസുഖങ്ങൾ കുറയാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് ശരീരത്തെ ക്ഷയിപ്പിക്കുന്നതാണ്. അമിത വ്യായാമം, അമിതമായിട്ടുള്ള മദ്യപാനം, മെൻ്റൽ സ്ട്രെസ്സ്, അതേപോലെ രാത്രി ഉറങ്ങാതിരിക്കുക, ഇതൊക്കെ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കുന്ന ഘടകങ്ങളാണ്. ഇമ്മ്യൂണിറ്റിയെ കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരോഗ്യവാന്മാരായ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പൊതുവെ കൂടുതലായിരിക്കും. ആയുർവേദത്തിൽ ഓരോ മാസവും, ഗർഭിണിയായിരിക്കുമ്പോൾ ഓരോ മാസവും കഴിക്കേണ്ട മരുന്നുകളെക്കുറിച്ചും പാൽക്കഷായങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ അധികം നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരില്ല. കാരണം പൊതുവേ വരുന്ന ചെറിയ ചെറിയ രോഗങ്ങൾ, ജലദോഷം, പനി അങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഇടയ്ക്കിടയ്ക്ക് വരില്ല എന്നതാണ് കണ്ടുവരുന്നത്. COVID-19 അപകടകാരിയാകുന്നത് സൈറ്റോകൈൻ സ്റ്റോം എന്ന പ്രതിഭാസത്തിലൂടെയാണ്. സൈറ്റോകൈൻ സ്റ്റോം എന്നാൽ പ്രതിരോധ സംവിധാനം തന്നെ അമിതോത്സാഹം പ്രകടിപ്പിക്കുന്നതിനെയാണ് സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയുന്നത്. സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രോട്ടീനാണ്. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെതിരെയുള്ള ഒരു ഹൈപ്പർ റിയാക്ഷനായിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഈ സൈറ്റോകൈൻസ് ഉണ്ടാവുന്നത് വഴി ഓക്സിജൻ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റാണ്ടാവുകയും ഓരോ സെൽസിനെയും ഇത് നശിപ്പിക്കുന്നു. അങ്ങനെ ഓരോ അവയവങ്ങളെയും ഇത് ബാധിക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണയായി കണ്ടുവരുന്നത് ക്രിട്ടിക്കലായ കോവിഡ് പേഷ്യൻസിലാണ്. മരുന്നുകൾ കൂടെയും കുത്തിവെപ്പിൽ കൂടെയുമുള്ള ഇമ്മ്യൂണൈസേഷൻ നമുക്ക് പല രോഗങ്ങളെയും തടയാൻ സഹായിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. അത് നമുക്ക് നല്ല ഭക്ഷണ രീതിയിലൂടെയും ജീവിതശൈലികളിലൂടെയും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അടുത്ത എപ്പിസോഡിൽ വേറൊരു വിഷയവുമായി നമുക്ക് കാണാം.